ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മമ്മിയും അതുപോലെ തന്നെ നാത്തൂനും മോനും കൂടെ ഞങ്ങൾ പുറത്ത് പോകാം കേട്ടോ. പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഏലപ്പാറയിലാട്ടോ നമ്മുടെ ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഇടുക്കി ഏലപ്പാറയാണ്. അങ്ങനെ നമ്മൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഫെസ്റ്റ് 6 മണിക്ക് ശേഷമാണ് തുടങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ നടന്നാട്ടോ, ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നാണ് നമ്മൾ ഫെസ്റ്റ് കാണുന്നിടത്ത് പോയത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ബസ്സിനാട്ടോ പോയത്. അപ്പം മോൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാ അലമ്പ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീനറി ആട്ടോ ഞാൻ കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഫെസ്റ്റ് ഇട്ടേക്കുന്നത് ഏലപ്പാറ ഒരു സ്കൂളിൻ്റെ അടുത്താട്ടോ. അപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഫെസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. കുറേ മലകളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ തേയിലത്തോട്ടമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞായിരുന്നു, ഫെസ്റ്റ് നമുക്ക് 6 മണിക്ക് ശേഷമാണ് തുറക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെന്നതിന് ശേഷം ഇതുപോലെ കുറേ പൂച്ചെടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ആ ചേട്ടൻ അത് മാത്രം അത് ഫുള്ള് അടച്ച് വെച്ചേക്കുമായിരുന്നു ആ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച്. അപ്പം ഞങ്ങൾ ചെന്നതിന് ശേഷം അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് കയറി നോക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞു. കാരണം മോൻ മഹാ അലമ്പായിരുന്നു. അവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ നല്ല രീതിയിൽ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവരിത് ഓപ്പൺ ചെയ്യാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ അവൻ ഐസ്ക്രീം വാങ്ങണമെങ്കിൽ നമുക്ക് കുറച്ചധികം ഇറങ്ങി പോകണം. എങ്കിൽ മാത്രമാണ് അവിടെ ബേക്കറി ഉള്ളത്. അതായത് ഇവിടെ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് വന്നിറങ്ങിയതിന് ശേഷം കുറച്ചധികം മുകളിലോട്ട് കയറി വന്നെങ്കിൽ മാത്രം കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മോനെ പിടിച്ച് നിർത്താനായിട്ട് ഞങ്ങൾ മാക്സിമം എല്ലാ പണിയും പയറ്റുന്നുണ്ട്. അപ്പം നല്ല ചെടികളൊക്കെ, ഒരു വെറൈറ്റി ചെടി ഞങ്ങൾ കണ്ടത് ഇതാട്ടോ. ഈ ഒരു പൂവ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്നതാണേലും ഈ ഒരു പൂ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഔട്ടർ ലെയറിൽ നല്ല പച്ച നിറത്തിൽ നമുക്ക് കാണാം. അപ്പം ഈ ഒരു വെറൈറ്റി ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പല വെറൈറ്റി ഇവിടെ കളേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് നോക്കി, പല വിധത്തിലുള്ള ചെടികളൊക്കെ നോക്കി. മമ്മി ഇവിടെ നിന്ന് വാങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബസ്സിൽ വന്നുകൊണ്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വാങ്ങുന്ന കാര്യം അപ്പോൾ തീരുമാനിച്ചില്ല. തിരിച്ചിറങ്ങിയതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ഒരു പൂവ് എടുത്ത് വെക്കുന്നത് കണ്ടില്ല, എൻ്റെ മോൻ വലിയ കാര്യമായിട്ടാട്ടോ നോക്കി നിൽക്കുന്നത്. എങ്ങനെയോ പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളത് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഈ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ പിണങ്ങി നടക്കുന്ന കേട്ടോ, ഐസ്ക്രീം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്ക് 4 മണിക്ക് മുന്നേ നമ്മളവിടെ ചെന്നു കേട്ടോ. അപ്പം 4:30 ആയപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് തന്നു. നമ്മളോട് പറഞ്ഞു കയറിക്കോളാം. കാരണം മോൻ മഹാ അലമ്പായിരുന്നു. അവൻ്റെ അലമ്പ് കണ്ടിട്ട് അവർ പറഞ്ഞു എങ്കിൽ നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ വേറൊരു സെറ്റ് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരും നമ്മുടെ കൂടെ തന്നെ കയറി. അല്ലാതെ അവിടെ ആൾക്കാരേ ഇല്ലായിരുന്നു. കാരണം 6 മണിക്ക് ശേഷമാണ് ഫെസ്റ്റ്. പക്ഷേ നമ്മുടെ നോട്ടീസിലൊക്കെ നമുക്ക് 3 മണിക്കാണ് ഫെസ്റ്റ് തുടങ്ങുന്നതെന്ന് ഉള്ളതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ പോവുക കേട്ടോ നമ്മുടെ ഫെസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കാണാനായിട്ട്. അപ്പം മോന് ഇനി കയറാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പുള്ളി ഓടി പോകുന്ന കേട്ടോ ഇത്. അപ്പം ഞാൻ പറഞ്ഞു മമ്മിയുടെ കൈ പിടിച്ച് വേണം പോകാനായിട്ട്, ഇല്ലേ വീഴും എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അനുസരിക്കാത്തതുകൊണ്ട് പിന്നെ വെറുതെ നമുക്ക് പറഞ്ഞു വിടാമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് കണ്ടില്ല, അവൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരും കൊണ്ട് നിൽപ്പുണ്ടായത്. കാരണം നമ്മളാണ് ഫസ്റ്റ് ടിക്കറ്റ് അവർ നമുക്ക് തന്നത്. അതിനുശേഷം അവർക്കാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ മമ്മി ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അകത്ത് കയറുക കേട്ടോ. അപ്പം ഇതിപ്പോൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ചെറുതായിട്ടാണ് തുറക്കുന്നത്. അപ്പം സൈഡിൽ കൂടെ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കയറാനായിട്ട്. അപ്പം ആദ്യമേ മോൻ കയറി, പിന്നെ മമ്മി കയറി. അതിനുശേഷം ഞാൻ ഇച്ചിരി നന്നായിട്ട് തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തുറക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് തുറക്കരുതെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. കണ്ടില്ലേ കുറച്ച് കുഞ്ഞു കോഴികൾ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ ഒരുപാട് വിധത്തിലുള്ള കിളികളും അവരതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതായത് വലിയൊരു കൂട് പോലെ കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ, അതിൽ നിറച്ച് പല തരത്തിലുള്ള കിളികളും അതുപോലെ തന്നെ ചെറിയ കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തം വെറൈറ്റി സാധനങ്ങളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ കംപ്ലീറ്റ് സാധാരണ ഇതുപോലെ നമ്മൾ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ കിളികളെ എല്ലാം കൂട്ടിലടച്ചിട്ടാട്ടോ കാണുന്നത്. ഇതുപോലെ വിശാലമായിട്ട് അതുങ്ങൾക്ക്
പറന്ന് നടക്കുന്ന ഒരു രീതിയിലുള്ള സെറ്റപ്പ് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് വിധത്തിലുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അതുപോലെ തന്നെ കണ്ടിട്ടുള്ളതുമായ ഒരുപാട് തരത്തിലുള്ള കിളികളൊക്കെ ഉണ്ടായിരുന്നു. പ്രാവൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പാമ്പ്, അതുപോലെ തന്നെ വലിയ തത്തമ്മ, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒറിജിനലാട്ടോ അവിടെ ഇരിക്കുന്നത്. അത് കണ്ടില്ല, ഒരു പയ്യൻ്റെ പുറത്തൊരു തത്തമ്മ ഇരിക്കുന്നു. അപ്പം നമ്മളെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞു അതിനെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളതൊക്കെ. അപ്പം ഒരാൾക്ക് ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപയാണെന്നൊക്കെ കേട്ടോ പറയുന്നത്. അവിടെ സെൽഫി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പാമ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് എന്നാൽ 2 പേർക്കും കൂടെ 100 രൂപ മതി എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ എടുത്തില്ല കേട്ടോ. കാരണം പേടിയുള്ളത് കൊണ്ട് തന്നെ എങ്ങാനും അത് കൊത്തിയാലോ ഇല്ല പാമ്പിനെ എടുക്കുമ്പോൾ എന്തെങ്കിലും അനങ്ങിയാലോ എന്നോർത്ത് പേടി കൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ കിളികളൊക്കെ കണ്ടതിന് ശേഷമാട്ടോ നമ്മൾ പിന്നെ ഉള്ളിലോട്ട് പോയത്. കുറച്ച് നേരം മോനതൊക്കെ കണ്ട് നടന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ക്ഷമയങ്ങ് തെറ്റാൻ തുടങ്ങി. കാരണം വയലൻ്റ് ആകാൻ തുടങ്ങി. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം പിടിച്ച് ഞങ്ങൾ നിർത്തി. അതിന് ശേഷമായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ, അതായത് ഫെസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കടക്കാനായിട്ട് പോകുന്നതിന് മുൻപ് ഇവിടെ കിളികളെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ ആൾ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം അവരിങ്ങനെ ഓരോ മരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടിയപ്പോൾ കിളികൾ ഇങ്ങനെ പറക്കുന്നത് കണ്ടില്ല. പല വിധത്തിലുള്ള കിളികൾ കുറേ നേരം അത് പറക്കുന്നുണ്ടായിരുന്നു. മോനത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ അതിൻ്റെ കൂടെ അതിൻ്റെ സൗണ്ടിനൊത്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും അത് ഉള്ളിലോട്ട് കയറി പോകാട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് കയറിയപ്പം ഈ ഒരു രീതി കേട്ടോ കണ്ടത്. ഫുൾ പ്ലെയിൻ ആയിരുന്നു, ഉള്ളിലൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നി. ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ കണ്ടത് ഈ ഒരു അലമാരി സെക്ഷൻ ആട്ടോ. അപ്പം ഈ ഒരു അലമാരി മോഡൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് മോനതെ കറക്കിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഓരോ സെക്ഷനായിട്ട് കയറിയിട്ടോ. അപ്പം ആദ്യമേ നമ്മൾ ഇത് കുട്ടികളുടെ സെക്ഷനാട്ടോ. അതായത് പേന, പെൻസിൽ, ഷാർപ്പ്നർ, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ പല ഷേപ്പിലാക്കി അവിടെ വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ അതിൽ ചോക്ലേറ്റ് പാക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇറൈസറൊക്കെ. അപ്പോൾ ഞാൻ കരുതി ചോക്ലേറ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ മോനും അത് വേണമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട്. എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലാകുന്നില്ല അത് ചോക്ലേറ്റ് അല്ല എന്ന്. അവനത് എടുത്തുകൊണ്ട് പോകാനൊക്കെ ചെയ്തു. നമ്മൾ വീണ്ടും അത് അവൻ്റെ കയ്യിൽ വാങ്ങി വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് ചേട്ടൻ പറയുന്നുണ്ട് കൊച്ചിന് വാങ്ങിക്കൊടുക്കുക, സ്കൂളിൽ പോകാറായില്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ആളത് അവനെന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. സ്കൂളിൽ വിട്ടതിന് ശേഷം അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് എത്തിയിട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാല മിഠായികളൊക്കെ ഒരു കട ഫുള്ള് നിരത്തി വെച്ചേക്കുമായിരുന്നു. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചിട്ടുള്ള മിഠായി എല്ലാം കണ്ടപ്പം ഒരു ഇത് തോന്നി. അപ്പം മോൻ ചെന്നതും ജംസ് മിഠായിയാണ് വിചാരിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മിഠായി ഉണ്ടല്ലോ പല കളറിൽ വരുന്നത്, അതെടുത്തു. അവനോട് ഞാൻ പറഞ്ഞത് ജംസ് അല്ലാന്ന്, പക്ഷേ ആൾ കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എങ്കിൽ നീ അതെടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ആളത് പൊട്ടിച്ചൊരു പീസ് കഴിച്ചത് അവന് മനസ്സിലായി അത് ജംസ് മിഠായില്ലെന്ന്. പിന്നെ അവനത് വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് വേറൊരു ഓപ്ഷനില്ല തിരിച്ച് വെക്കാന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അതും വാങ്ങി. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയോ കുറച്ച് മിഠായി നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇട്ടാട്ടോ നമ്മൾ പിന്നെ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് കുർത്തകൾ തൂക്കിയിട്ടേക്കുന്നിടത്താണ് കേട്ടോ അടുത്ത സെക്ഷനായിട്ട് പോയത്. കുർത്തകൾ, അതുപോലെ ഷർട്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാൻ പറ്റിയില്ല. മോൻ ആദ്യമേ ഓടി നടക്കുമായിരുന്നു. ഐസ്ക്രീം എവിടെയാണെന്ന് നോക്കി നടക്കുക കേട്ടോ. അവൻ നോക്കിയ വഴിക്ക് അവനൊരു വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവന് വാച്ച് വേണമെന്ന് വീട്ടിൽ വെച്ച് തന്നെ വയലൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വാച്ച് വാങ്ങാൻ വേണ്ടി കയറിയ കടയിൽ അവനെടുത്ത വാച്ചിലുപരി അവൻ വേറൊരു വാച്ച് എടുത്തുകൊണ്ട് ഓടി കേട്ടോ. അപ്പോൾ അവൻ്റെ പുറകെ നിന്ന് ഞാൻ പിടിച്ചിട്ട് ആ വാച്ച് തിരിച്ച് വെച്ചതിന് ശേഷം വേറൊരു നല്ലൊരു വാച്ച്, അതായത് സമയമൊക്കെ അറിയുന്ന രീതിയിലുള്ള നല്ലൊരു വാച്ച് അവനത് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ അതവന് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പം ഞങ്ങളത് കെട്ടിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് സമയം എത്ര എന്നുള്ളതൊക്കെ. അപ്പോൾ അവനത് കേട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആക്കത്. അതിനുശേഷം പുള്ളി നേരെ പോയത് ഒരു വണ്ടി എടുക്കാനായിട്ടാട്ടോ. അതായത് പുള്ളി തന്നെ നടന്നു പോയി ചെന്നതും എടുത്തു. ആ വണ്ടി വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു വിധത്തിൽ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് പോയി കേട്ടോ. പക്ഷേ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു വിധത്തിൽ അവനെ അവിടെ നിന്ന്
കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടോ. ഞാനും മോനും മാത്രം പുറത്ത് പോയി. മമ്മിയും ഉള്ളിൽ നിന്ന് സാധനം വാങ്ങണം കേട്ടോ. അങ്ങനെ ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. ഞാൻ കരുതി ഈ ഐസ്ക്രീം കഴിക്കുന്നവളെ ആൾ സൈലൻ്റ് ആകുന്നു. പക്ഷേ ഈ പോക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആകുമെന്ന്. അങ്ങനെയല്ല. ഉള്ളിൽ കയറിയ ആൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം കറക്റ്റ് അയാൾ തിരിഞ്ഞോടി കേട്ടോ. അപ്പോൾ അതായത് അവന് കറക്റ്റ് ആ വണ്ടി എവിടെയാണ് വരുന്നത്, ആ കറക്റ്റ് സ്ഥലം മനസ്സിലായി. അവരവിടെ ചെന്ന് ആ വണ്ടി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ ഞാൻ ആ വണ്ടി വാങ്ങിക്കൊടുത്തു. വണ്ടി കൈ കിട്ടിയതിന് ശേഷം ആട്ടോ ആൾ സൈലൻ്റ് ആയത്. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയൊക്കെ വാങ്ങിയതിന് ശേഷം ജസ്റ്റ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി. കുറേ കൊലുസിൻ്റെ സെക്ഷനൊക്കെ കണ്ടു, റിങ്സ് കണ്ടു. അതെല്ലാം ഇങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൽ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട്. ഇത് രാത്രി സമയത്താട്ടോ, അതായത് 6 മണിക്ക് ശേഷമായിട്ട് ഇവിടുത്തെ എല്ലാം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് 6 മണിക്ക് ശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് അറിയാണ്ടാണത് പോയത്. അങ്ങനെ ഞാനും മമ്മിയും മോനും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ തിരിച്ച് പോരുവാട്ടോ. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി പോകുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താ, നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോവാട്ടോ. അപ്പോൾ മോൻ ഐസ്ക്രീം കഴിച്ചത് ഷർട്ടൊക്കെ അഴുക്കാക്കി വീണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാട്ടോ പോകുന്നത്. അപ്പോൾ വണ്ടി കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഫുൾ വണ്ടി ഓടിച്ചുകൊണ്ടാട്ടോ ഇറങ്ങുന്നത്. അവനോട് പറയുന്നുണ്ട് വണ്ടി നമുക്ക് കവറിൽ വെക്കാം. അവനെന്ത് ഇവിടെ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ വണ്ടി വെക്കാനായിട്ട്. പോകുന്ന റോഡ് ഫുള്ള് അത് വണ്ടി ഓടിച്ചുകൊണ്ടാട്ടോ പോന്നുകൊണ്ടിരുന്നത്. അവസാനം നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ അവിടുന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് നമ്മൾ നടന്നെത്തും കേട്ടോ. അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയില്ല. അതുപോലെ തന്നെ ഇരുട്ടും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ല. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയതിന് തൊട്ടടുത്ത് മീൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കയറി കുറച്ച് ഉണക്കമീൻ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തും മോൻ ചെന്നിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അവനോട് പറയുന്നുണ്ട് എണീക്കാനായിട്ട്. പക്ഷേ ആൾ കേൾക്കുന്നില്ല. വണ്ടി കിട്ടിയ വണ്ടി ഓടിക്കണം. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. ബസ് കയറി. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബസ്സിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാവേ. ബൈ, ടാറ്റാ.